നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ഒന്നും മിണ്ടാതെയും പറയാതെയാണ് ഇപ്പൊ വരുന്നത്. അത് മുസഖ, ഞാൻ ഒന്നും പറയണ്ട. കൈയിന്റെ മുറിവ് ശരിക്കും ഉണങ്ങിയിട്ട് പോയാൽ മതി എന്നല്ല ആശാൻ പറഞ്ഞേ. സൂക്ഷിക്കുന്ന സാറേ, കൈ പഴുത്തപ്പില്ല മുറിച്ചിടേണ്ടി വരും. എന്റെ അറുനാക്കൊണ്ടൊന്നും പറയാതെ ചെയ്താനെ. നിങ്ങൾ വരി, നമുക്ക് വീട്ടിലേക്ക് പോവാം. നിങ്ങളെ കാണാത്തോണ്ട് അമ്മുമോൾ അവിടെ കിടന്ന് തൊടല് പൊട്ടിക്കുക. തൊടല് പൊട്ടിക്ക അമ്മുമോളെന്താ ആനയാ? എന്റെ വാപ്പ മുണ്ടിപ്പോവരുത്. നടക്ക്, നിങ്ങൾ വരി. ആശാനെ, നിങ്ങൾ ആളെ ഞങ്ങൾ കയ്യോടെ കൊണ്ടുവന്നിരിക്ക. എവിടെയെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ രാഘവ? മനുഷ്യന്റെ അകവാള് വെട്ടിപ്പോയില്ലേ? കുറെ നേരം ഇതിനകത്തിരുന്ന് ബോറടിച്ചപ്പോ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. നാട് മുഴുവൻ പോലീസ് ചുറ്റിത്തിരിയ. കാണുന്നവരൊക്കെ പിടിച്ചു ചേർത്ത് ജയിലിൽ ചാടിയ പ്രതി എന്ത് ചെയ്യുന്ന ചോദിക്കുന്നത്? നമ്മുടെ ഇരിക്കുക. പ്രതിയെ ശരിക്കും അവർ കൊന്നു കാണും. പിന്നെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോലീസുകാര് കാട് മുഴുവൻ കറങ്ങി ഇറക്കുക. രാഘവേട്ട, വെറുതെ പോലീസുകാരെ കയ്യിലൊന്നും ചെന്ന് പെട്ടേക്കരുത്. അടിച്ച് എല്ലാം അടിച്ചിട്ട് രാഘവേട്ടനാണ് ജയിലിൽ ചാടിയെന്ന് അവർ പറയുന്നു. മാമൻ എവിടെ പോയിരുന്നു? മാമനെ കാണാഞ്ഞിട്ട് ഞാൻ ഈ ചേച്ചി എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാമോ? മാമൻ എങ്ങും പോയില്ല മോളെ. അപ്പൊ ആശാനെ, ഞങ്ങൾ പോണു. ശരി മോളെ, ചേച്ചി പോവാ. അമ്മ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവക്കാണെങ്കിൽ താനെന്ന് പറഞ്ഞ ജീവനാ. അത് ഓർത്തെങ്കിൽ ഇങ്ങനൊന്നും ഇറങ്ങി പോകല്ലേ. അമ്മുമോളുടെ അച്ഛനും അമ്മയും രണ്ടുപേരും പോയി. പിന്നെ നാട്ടിലുള്ളതെല്ലാം വിറ്റുവർക്ക് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഓ, ഇവക്ക് ഞാനും എനിക്കിവളും മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് താനും. വാ, വല്ലതും കഴിക്കാം. ഇതെന്താ, ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട വേണ്ട, കഴിക്കാൻ നിന്നാ വൈകും. 9 മണിക്ക് DIG സ്റ്റേഷനിലെത്തും. പുള്ളിയാണെങ്കിൽ ആളൊരു ചൂടനാ. ഇവിടെ വന്നിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനമായിട്ട് ഇടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പൊ നോക്കിയാലും ഈ തിരക്കും ടെൻഷനും തന്നെ. നന്ദേട്ടാ, നമുക്ക് വേറെ എവിടേക്കെങ്കിലും ഒരു ട്രാൻസ്ഫർ വാങ്ങിയാലോ? പിന്നെന്താ, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ട്രാൻസ്ഫർ തരാൻ എന്റെ അമ്മായിയപ്പനല്ലേ ഹോം മിനിസ്റ്റർ. മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങളുള്ള കാട്ടുപ്രദേശത്തല്ലേ താമസം. സ്വഭാവത്തിലും അത് കാണാതിരിക്കില്ല. ഓ, അത് ശരി. അപ്പൊ എനിക്ക് മൃഗത്തിന്റെ സ്വഭാവമാണെന്നാണ് നീ പറയുന്നത്? ഏയ്, എന്ന് ഞാൻ പറഞ്ഞില്ല. കുറെ നാളും കൂടി ഇവിടെ കഴിയേണ്ടി വന്നാ എനിക്കും ഈ സ്വഭാവം പകരുമെന്ന് പറഞ്ഞതാ. മനസ്സിലാവുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ് ഞാൻ. അതിൽ റിസ്കിന്റെയും ബുദ്ധിമുട്ടിന്റെയും കാര്യം ഞാൻ ആലോചിക്കാറില്ല. ഇപ്പൊ എന്റെ ലക്ഷ്യം മാധവൻകുട്ടിയാണ്. ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഞാൻ അവനെ പിടിക്കും. ചിലപ്പോ ജീവനോടെ അല്ലെങ്കിലും. ഉച്ചയ്ക്ക് ഞാൻ വരില്ല, നീ എന്നെ കാത്തിരിക്കണ്ട. ഊണ് കഴിച്ചോളൂ. ആമിന, ഒറ്റയ്ക്ക് നിന്നാണോ തുണി തിരുമുന്നത്? ഒറ്റയ്ക്ക് നിന്നാ വല്ലവരും പിടിച്ചോണ്ട് പോവാ. വല്ല കാട്ടുമൃഗങ്ങളും വന്നാൽ ആമിനയ്ക്ക് പേടിയാവൂലേ? എന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് ഞമ്മള് പേടിച്ചില്ലല്ലോ. ആമിനയുടെ തമാശ കേൾക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാമോ? അലക്ക് നിർത്തിയിട്ട് വേഗം കുളിക്കാൻ നോക്ക്. ആരെങ്കിലും വരുന്നുണ്ടോ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് പോണുണ്ടാ? നമ്മൾ 2 ജാതി ആയതുകൊണ്ടാ ആമിനയ്ക്ക് പേടി. അതൊരു പ്രശ്നമേ ഇല്ല. ഹിന്ദു മുസ്ലിം മതമൈത്രിയുടെ ഒരു മനുഷ്യ ചങ്ങല കൂടെ സൃഷ്ടിക്കും. അയ്യോ, ആടാ ജാതി മാറുന്ന സ്നേഹിക്കാൻ പറ്റിയ മോന്ത. നായിന്റെ മോൻ ഇനങ്ങാന്റെ മോളെ പിന്നാലാണ് എന്റെ എല്ലാവരും മനുഷ്യൻ പോവാൻ പറഞ്ഞപ്പോ പിന്നെ നിൽക്കണം. ഈ കാര്യത്തിൽ മൂസാക്ക ഞങ്ങൾ അനുഗ്രഹിക്കണം. ഇങ്ങനെയൊക്കെ മൂസാക്കെ സഹായിക്കാൻ പറ്റൂ. കളന്ന നായിന്റെ മോളെ ഇനെങ്ങാനും എന്റെ മോളെ പിന്നാലെ അറിഞ്ഞില്ലെങ്കിൽ ഒരു ഒറ്റ മയ്യത്തി ഞാൻ എടുക്കും കേട്ടോ. കയ്യെന്ന് വിടൂ അമ്മു. മാമ, ഈ ചേച്ചിക്ക് മാമിന്റെ അടുത്ത് പോയ നാണമാ. മാമിന് തരാൻ ഈ ചേച്ചി ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? ഒരു ഓയിന്റ്മെന്റാ. ഇത് പുരട്ടിയ മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നു പറഞ്ഞപ്പോ അമ്മു പിന്നെ എന്നെ അവിടെ നിർത്തിയില്ല. അങ്ങോട്ട് പുരട്ടി കൊടുക്ക ചേച്ചി. മാമിന് കൈ പാടില്ലാത്തതല്ലേ? വേണ്ട മോ, മാമൻ തന്നെ പുരട്ടിക്കോളാം. എന്താ ഇത്? രമണി കൊണ്ട് തന്നതാ. ആഹാ, എന്റെ മരുന്ന് ഫലിക്കുന്നില്ലെന്ന് തോന്നിക്കൊണ്ടാണോ നീ വേറെ മരുന്ന് കൊണ്ട് കൊടുത്തത്? വാ അമ്മു. അവിടെ
വേലായുധ പെരുമാൾ. ആ വരുന്നു. ദാ. ആശാനെ, ഓ ഓ എന്താ വരെ കുട്ടി? ഒരു മണി ഓർഡർ ഉണ്ട്. ആ തിരിച്ചയച്ചേര്. തിരിച്ചയക്കാനോ? ആ. എന്ത് പറ്റി? വേണ്ടടോ, ഇനി ഈ പണം എനിക്ക് വേണ്ട. അപ്പൊ കൈപ്പറ്റുന്നില്ല. ആ, എന്താ മണി ഓർഡർ തിരിച്ചയച്ചത്? അത് വേണ്ടെന്ന് വെച്ചു. അതെന്താ? ഈ ജോലി ചെയ്ത് കിട്ടുന്ന കൂലിക്ക് അധ്വാനത്തിന്റെ ഫലം എന്നാണല്ലോ പറയാ. ഇതുവരെ അധ്വാനം ഇല്ലാതെ ഒരു നിമിഷം കൊണ്ട് ചെയ്തു തീർക്കുന്ന ക്രൂരകൃത്യത്തിനുള്ള കൂലിയാ. ഞാനൊരു സെൻട്രൽ ജയിൽ ജീവനക്കാരനാ. സെൻട്രൽ ജയിലിൽ എന്ത് ജോലിയാ? ഈശ്വരൻ വിചാരിക്കുന്നതിലും വേഗം മനുഷ്യജീവൻ ഒടുക്കുന്നയാളാ. ഞാനൊരു ആരാച്ചാര. ആരാച്ചാരെന്ന് കേട്ടപ്പോ തനിക്ക് പേടി തോന്നുന്നുണ്ടല്ലേ? മനസ്സുണ്ടായിട്ട് ചെയ്യുന്ന ജോലി അല്ല രാഘവ, പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ഓരോരുത്തരെ തൂക്കിലേറ്റുമ്പോഴും ആരാച്ചാരന്മാരുടെ മനസ്സിന് കരുത്തും ധൈര്യം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യം നേരെ മറിച്ച. ഇനി എനിക്ക് തൊഴിൽ ചെയ്യാൻ വയ്യടോ. തനിക്കറിയാവോ, ഒരുപാട് പേരുടെ കഴുത്തെ കറുത്ത തുണിയും കയറും കെട്ടിയവനാ ഞാൻ. അന്നൊന്നും എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരാളുടെ ജീവൻ ഞാൻ ഒടുക്കി. ഒരു മമ്മാലിയുടെ. വലിയ കുറ്റമാണ് അവൻ ചെയ്തത്. പക്ഷെ കഴുത്തെ കയറിട്ടപ്പോ എന്റെ ഉമ്മായും കുഞ്ഞുമോളെയും കാണണമെന്ന് പറഞ്ഞ അവൻ പൊട്ടിക്കരയായിരുന്നു. കറുത്ത തുണിക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന മമ്മാലിയുടെ കരച്ചിൽ കേട്ടിട്ട് അവന്റെ ആരുമല്ലാത്ത ഞാൻ പോലും തകർന്നു പോയിടോ. അന്ന് ഞാൻ തീരുമാനിച്ച മേലില്ല കയറി ഞാൻ തൊടില്ല. ആ കാശും എനിക്ക് വേണ്ട. നന്ദേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ പിണങ്ങോ? കാര്യം എന്താണെന്ന് പറ, എന്നിട്ട് തീരുമാനിക്കാൻ ഇണങ്ങണോ പിണങ്ങണോ. എനിക്കൊന്ന് വീട്ടിൽ പോണമെന്നുണ്ട്. ഞാൻ പൊയ്ക്കോട്ടെ? എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ പോലും പോകാത്തവളായിരുന്നല്ലോ നീ. അമ്മയെ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ, അതുകൊണ്ടാ. അതിന് അമ്മ അസുഖമായിട്ട് കിടക്കൊന്നും അല്ലല്ലോ ഉടനെ പോയി കാണാൻ. അസുഖം ഉണ്ടെങ്കിൽ മാത്രമേ അമ്മയെ കാണാവൂ എന്നല്ല ഞാൻ പറഞ്ഞത്. ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടിയാണ് എനിക്കിപ്പോ. നീ ഇവിടെ ഇല്ലെങ്കിൽ എന്റെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ടാ. യെസ്, നന്ദകുമാർ ഹിയർ. സർ സർ, 5-6 പോലീസുകാരൻ വെച്ച് കാട് മുഴുവൻ സെർച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സർ. അതുകൊണ്ടാ. എനിക്കറിയാം സർ. അവൻ ഇവിടെ വിട്ട് പോകാനിടയില്ല സർ. മെസ്സേജ് അയച്ചിട്ടും ആവശ്യത്തിനുള്ള ഫോഴ്സ് ഇതുവരെ എത്തിയിട്ടില്ല സർ. താങ്ക് യു സർ. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു സർ. എസ് പിയുടെ ഫോണാ. അങ്ങേർക്ക് AC റൂമിലിരുന്ന് കൽപ്പിച്ചാൽ മതിയല്ലോ. ഇവിടെ ഊണും ഉറക്കമില്ലാതെ കാട്ടി കിടന്ന് അട്ടടി കൊള്ളാൻ മറ്റുള്ളവരും. അയാളെ പിടിക്കുവോ? എന്താ സംശയം? എന്റെ മോനെ എനിക്കൊന്ന് കാണണം. പാപ്പച്ച, എന്റെ മോനെ എനിക്കൊന്ന് കാണിച്ചു തരില്ലേ? അമ്മ വിഷമിക്കാതിരിക്കേ. അമ്മയെ കാണാൻ അവൻ വരാതിരിക്കില്ല. അവൻ ഇവിടെ വന്ന് അവനെ പോലീസുകാർ പിടിച്ചോണ്ട് പോവില്ലേ? എന്റെ കണ്ണടയുന്നതിന് മുമ്പേ എന്റെ മോനെ എനിക്കൊന്ന് കാണാൻ പറ്റില്ലേ? പാപ്പച്ച, എന്റെ മോനെ എനിക്ക് കാണണം. അല്ലെങ്കിൽ അവന്റെ അടുത്ത് എന്നെ കൊണ്ടുപോ. അമ്മ സമാധാനമായിട്ട് കിടക്ക്. ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. മധുരം കുറച്ചൊരു ചായ. കഴിക്കാൻ എന്തെങ്കിലും വേണോ? കഴിക്കാനല്ലേ ചായ, അല്ലാതെ കയ്യും കാലം കഴിക്കാനാ? അല്ലാതെ അല്ല, നമ്മൾ തമ്മിൽ എവിടോ കണ്ട പരിചയമുണ്ടല്ലോ അല്ലേ? ഇവിടെ എവിടെയാ? കുറച്ച് തെക്കുന്ന ഒരു ബിസിനസ് ആവശ്യമായിട്ട് വന്നതാ. അത് ശരി, അത് കണ്ടപ്പോഴേ തോന്നി. ഇവിടെ എന്താ അവിടെ ഇവിടെയൊക്കെ പോലീസുകാർ നിൽക്കണ്ടല്ലോ. ഏതോ ഒരു പഹൻ ജേരിയാൽ ഈ കാട്ടിൽ എവിടോ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ. ഓനെ പിടിക്കാനുള്ള നെട്ടോട്ടല്ലേ ഈ പോലീസുകാര്. ഇവിടെ ആരെങ്കിലും അവനെ കണ്ടിട്ടുണ്ടോ? എവിടെ കാണാൻ? ലോകത്തുള്ള പോലീസുകാർ മുഴുവൻ നോക്കിയിട്ട് കണ്ടില്ല. എന്നിട്ടാ രണ്ട് ചായ എടുക്ക. ഓ,
അപ്പോ അവൻ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്നുള്ളത് നേരാ അല്ലേ? ആണ്. ആ കാണുന്ന പുഴയുടെ അക്കരെ ഉണ്ടെന്നാ പറയണേ. അങ്ങോട്ട് എങ്ങനെയാ പോവാ? നീന്താനും അറിയോ? പിന്നെ എങ്ങനെ പോവാനാ? വഞ്ചി കൂടെ പോവാ. പക്ഷെ വഞ്ചി ഉണ്ടോ നിന്റെ കയ്യിൽ? സത്യം പറ പാപ്പച്ച, അവൻ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? എനിക്കറിയില്ല സാർ. ജയിലിൽ ചാടിയതിനു ശേഷം ഞാൻ അയാളെ കണ്ടിട്ടേ ഇല്ല. പിന്നെ താനെന്തിനാ അവൻ അന്വേഷിച്ച് ഇവിടെ വന്നത്? അവന്റെ അമ്മ അവശ നിലയിൽ കിടക്കുക. ഈ ഭാഗത്ത് എവിടെയോ അവനുണ്ടെന്ന് പത്രത്തിൽ കണ്ടതുകൊണ്ട് വന്നതാ സാർ. അല്ല, അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം തന്നെ അറിയിച്ചത് കൊണ്ടാണ് താൻ ഇവിടെ വന്നത്. പറയണം, എവിടെയാണ് സ്ഥലം? സത്യമായിട്ടും അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല സാർ. ഇത്രയും നേരം മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ ചോദിച്ചത്. ഇനി പോലീസ് മുറയിൽ ചോദിച്ചാലേ താൻ സത്യം പറയുന്നുണ്ടെങ്കിൽ അതും എനിക്കറിയാം. സാർ ഇനി എങ്ങനെ ചോദ്യം ചെയ്താലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സാർ. പ്രസാദം, എന്താ വിശേഷിച്ച്? ഇന്നൊരു വിശേഷമുണ്ടെന്ന് കൂട്ടിക്കോളൂ. രാഘവേട്ടന് വേഗം ഒരു ജോലി കിട്ടാൻ വേണ്ടി ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് വരിക. ചിരിക്കണ്ട, വളരെ ശക്തിയുള്ള ദേവിയാ. ഹോർലിക്സ് കഴിക്കുന്ന ദേവിയായിരിക്കും. കളിയാക്കൊന്നും വേണ്ട കേട്ടോ. വിളിച്ചാ വിളി കേൾക്കുന്ന ദേവിയാ. ഡാ പ്രസാദം. അതിരിക്കട്ടെ, ഇന്നത്തെ പുഷ്പാഞ്ജലി എന്തിനു വേണ്ടിയാണെന്നറിയോ? അറിയില്ല. നമ്മുടെ കാര്യത്തിൽ തടസ്സമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾക്കൊരു വിചാരമുണ്ട്, പ്രേമിച്ചു തുടങ്ങിയ ഉടനടി കഴുത്തിൽ താലി കയറണം. എന്തായാലും നമ്മുടെ വിവാഹം കുറച്ചാളോട് കഴിഞ്ഞിട്ടൊക്കെ മതിട്ടോ, അല്ലെങ്കിലേ ഈ റൊമാൻസിന് ത്രില്ലങ്ങ് പോവും. അയ്യടാ, നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കാനല്ലേ? അത് മനസ്സിലിരിക്കട്ടെ. കൊച്ചി രാജാവിന്റെ കൊച്ചുമോളല്ലേ നാട് മുഴുവൻ കൊട്ടി കൊഴിച്ചു കിടക്കാൻ. രാഘവേട്ടാ, എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഞാൻ പ്രസാദം തൊടുവിച്ചത് ഇഷ്ടായില്ലേ? അതുകൊണ്ടല്ല, കുളിക്കാതെ പ്രസാദം തൊടാൻ പാടില്ലല്ലോ. മനസ്സ് ശുദ്ധമാണെങ്കിൽ കുളിച്ചില്ലെങ്കിലും ഒന്നുമില്ല. കുളിക്കാതെ പ്രസാദം തൊടുവിച്ചത് പാപമാണെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തം ഞാൻ ചെയ്തോളാം. ശോഭന്തി, ചേച്ചി തലവേദനയായിട്ട് മോളി കിടക്കുക. നീ ഉള്ള വെള്ളം എടുത്തേ. സാർ, വെള്ളം. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്ന 30 വയസ്സ് പ്രായമുള്ള മാധവൻകുട്ടി എന്ന വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവ് പുള്ളി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും തടവ് ചാടിയിരിക്കുന്നു. 6 അടി ഉയരവും വെളുത്ത നിറവുമുള്ള ഇയാളെക്കുറിച്ച് എന്തെങ്കിലും അറിവ് ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ഇയാൾ ഒരു ദിവസം രാത്രി ഇവിടെ വന്നിരുന്നല്ലോ. ഇവിടെ വന്നിരുന്നു? അതെ സാറേ, മുകളിൽ നിന്ന് ശോഭ ചേച്ചിയായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ ഇവിടെ വന്നിരുന്നോ? ആ മാധവൻകുട്ടി നിന്നോടാ ചോദിച്ചത്. വന്നിരുന്നു. കുറ്റവാളിയായ കാമുകൻ അഭയം കൊടുക്കാൻ പോലീസുകാരനായ ഭർത്താവിന്റെ വീട് തന്നെ തിരഞ്ഞെടുത്ത നിന്റെ ബുദ്ധി അപാരം തന്നെ. നന്ദേട്ടാ, മാധവേട്ടൻ എന്നെ കാണാൻ വന്നതല്ല, പോലീസിനെ ഭയന്ന് ഇവിടെ ഓടിക്കയറിയതാണ്. പഴയൊരു ബന്ധത്തിന്റെ പേരിൽ ഭാര്യ അനാവശ്യമായി സംശയിക്കുന്ന ഒരു ഭർത്താവല്ല ഞാൻ. പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്ത്, പ്രത്യേകിച്ച് രാത്രിയിൽ, കാമുകനെ സ്വീകരിക്കുന്ന ഒരു ഭാര്യയെ ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. ദയവായി നന്ദേട്ടൻ എന്നെ വിശ്വസിക്കണം. ഈ താലി കഴുത്തിൽ വീണ അന്ന് മുതൽ എന്റെ മനസ്സിൽ ഒരാളെ ഉള്ളൂ, അത് നന്ദേട്ടനാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ വന്ന കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? പല പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ എന്തുകൊണ്ടോ എന്റെ മനസ്സ് വിലക്കി. നന്ദേട്ടാ, മാധവേട്ടൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, സത്യം. ഓഹോ, അത് ശരി. ഇപ്പോഴും നീ അവന് വേണ്ടി വാദിക്കുകയാണല്ലേ? എടീ, ഒരുത്തനെ മനസ്സിൽ സൂക്ഷിച്ച് വേറൊരുത്തന് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കുന്നത് നിനക്കൊരു ഫാഷൻ ആയിരിക്കും. പക്ഷെ ജീവിതം ഒരു ഫാഷൻ പരേഡായി കാണാൻ മാത്രം വിശാല മനസ്കനൊന്നും അല്ല ഞാൻ. നന്ദേട്ടൻ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. ഒരിക്കൽ മാധവേട്ടനെ സ്നേഹിച്ചിരുന്നു എന്ന ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനില്ലാത്ത അർത്ഥങ്ങൾ ഉണ്ടാക്കി. ഇല്ലാത്ത അർത്ഥങ്ങളോ? എന്റെ ഭാര്യ എന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഭർത്താവാണ് ഞാൻ, അല്ലാതെ. എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് വിവാഹരാത്രി തന്നെ
എല്ലാം തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷെ അന്നത് കേൾക്കാൻ നന്ദേട്ടൻ തയ്യാറായില്ല. എന്നിട്ടിപ്പോ ഇരുന്നോളൂ. ഒറ്റക്കിരുന്ന് മുഷിഞ്ഞല്ലേ? ഒറ്റ മോനായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. ഫ്രണ്ട്സൊക്കെ ഇപ്പോഴാ പോയത്. താനെന്തൊന്നും മിണ്ടാത്തത്? എന്തു പറ്റി? സുഖമില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യം തോന്നോ? ദേഷ്യോ? അത് കൊള്ളാം. ദേ, കരഞ്ഞും പിടിച്ചും ഇന്നത്തെ ദിവസത്തിന്റെ മൂഡ് കളയരുത്. താൻ എന്താ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം. കല്യാണത്തിന് മുമ്പ് തനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നെന്നും വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഇതിന് സമ്മതിച്ചതെന്നും അങ്ങനെയൊക്കെ അല്ലേ? ശോഭേ, കല്യാണത്തിന് മുമ്പ് ഒരു അനുരാഗ കഥയെങ്കിലും പറയാനില്ലാത്ത ഒരാണോ പെണ്ണോ ഉണ്ടാവൂ? തന്നെ കുറിച്ച് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും തൊഴിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലല്ലേ? ഫസ്റ്റ് നൈറ്റിൽ നവവധുവിന്റെ കണ്ണ് നിറയുന്നത് നല്ലതാണെന്ന് ഫ്രണ്ട്സ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീടുള്ള ദിനങ്ങൾക്ക് നിറപ്പകിട്ട് കൂടുമല്ലോ. കഴിഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലെന്ന് നമുക്ക് വേറെ എന്തൊക്കെയോ പറയാൻ കിടക്കുന്നു. എനിക്ക് വല്ലാത്ത തലവേദന. ടെൻഷൻ കൊണ്ടായിരിക്കും. വല്ല വിക്സോ അമൃതാഞ്ജനോ പരട്ടണോ? വേണ്ട. എന്നാ കിടന്നോളൂ. കിടന്നോളൂ. സാർ, ചേച്ചി താഴെ കിടന്ന് കരയുന്നു.